ഇഡ്ഡലി ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റാവുന്ന ചട്നിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. പാൻ വെച്ച് ചൂടായി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തു. 8 ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇന്ന് ഞാൻ ആദ്യം മല്ലിയില ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉള്ളി നേരിയ ബ്രൗൺ നിറമായതിനു ശേഷമേ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാൻ പറ്റൂ. സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ ഈ ചട്നി ഇഡ്ഡലിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് ഉള്ളി ബ്രൗൺ നിറമാകുന്നവരെ വഴറ്റാം. ഉള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിയില ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് മല്ലിയില ഇട്ട് കൊടുത്തു. ഇത് വഴറ്റണം. ഇതിലേക്ക് നമുക്ക് കായത്തിന്റെ പൊടി 1 നുള്ള്, അപ്പൊ ഞാൻ ഇതൊരു 2 പ്രാവശ്യം കുടഞ്ഞിട്ടിട്ടുണ്ട്. മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. പുളി ഒരു ചെറിയ കഷ്ണമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം വഴറ്റി കുറച്ചു നേരം വഴറ്റി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പൊ നമുക്കിത് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മൾ വഴറ്റി വെച്ച മല്ലിയിലയുടെ മിക്സ് ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്. ഞാനിത് ഒരു മിക്സറിന്റെ ബൗളിലേക്ക് ഇട്ടിട്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം. അരക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. മല്ലിയിലയും ഇപ്പം നന്നായിട്ട് അരഞ്ഞു വന്നു. ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം തന്നെ ഇട്ട് കൊടുത്തിട്ടാണ് അരച്ചത്. അപ്പം ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ട് അവസാനം നമ്മൾ ഇതിലും ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് അവസാനം നമുക്ക് ഒരു ചെറിയ ടീസ്പൂണും കൂടി ഇട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മല്ലിയില ചട്നിയും റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സവാള കൊണ്ടുള്ള ചട്നിയാണ്. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തു. 3 സവാള നീളത്തിൽ അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കാം. ബ്രൗൺ നിറമാകണവരെ നമുക്ക് വഴറ്റണം. സവാള പെട്ടെന്ന് ബ്രൗൺ നിറമാകാനായിട്ട് ഒരു ടിപ്പുണ്ട്. അതായത് കുറച്ച് സോൾട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് അതിനായിട്ട് കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതും നല്ല അടിപൊളി ചമ്മന്തിയാണ്. ഇഡ്ഡലി ദോശയുടെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചട്നിയാണ്. സവാള ഇപ്പോൾ നേരിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. അധികം മുരിയണ്ട. ഞാൻ ഇതിലേക്ക് തീ കുറച്ച് വെക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. വാളംപുളി ഒരു ചെറിയ കഷ്ണം അതും ഇട്ട് കൊടുത്തു. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യണം. ഇത് മാറിയതിന് ശേഷമാണ് നമ്മൾ ഉപ്പിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നത്. നമ്മൾ വഴറ്റി വെച്ച സവാള ഇപ്പൊ തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ബൗളിലോട്ട് മാറ്റി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് അരച്ചെടുക്കണം. ഇത് നന്നായിട്ട് അരയ്ക്കാൻ പാടില്ല. വിപ്പ് ബട്ടൺ ഉപയോഗിച്ചാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇപ്പം ഇത് കുറച്ചൊക്കെ അരഞ്ഞു വന്നിട്ടുണ്ട്. വിപ്പ് ബട്ടൺ മാത്രം ഉപയോഗിച്ചാണ് ഞാൻ അരച്ചെടുത്തത്. ഇതിപ്പോ ഞാൻ അരച്ചു കഴിഞ്ഞു. ഇത് കണ്ടോ, ഇത് ഞാൻ ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അല്ല അരച്ചിരിക്കുന്നത്. സവാളയുടെ ചെറിയ പീസൊക്കെ കാണുന്ന വിധത്തിലാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 1 ടേബിൾ സ്പൂൺ വെള്ളവും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്തിരിയും കൂടെ കട്ടി കുറച്ച് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ സവാള ചട്നി റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ഞാൻ പുതിനയില ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് പുതിനയില മിക്സർ ബൗളിൽ ഇട്ട് കൊടുത്തു.
ഇതിലേക്ക് 5 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം, 2 ഉണക്കമുളക്, 1 ചെറിയ കഷ്ണം വാളംപുളി, ഉപ്പ് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. പുതിനയില ഞാൻ അടിച്ചപ്പോൾ ശരിക്കും അരയാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. പുതിനയില നന്നായി അരഞ്ഞു വന്നു. ഇതിലേക്ക് ഞാൻ 3 വലിയ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തു. കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇത് നമുക്ക് മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തു. ഇതിലേക്ക് ഞാൻ 1 കുഞ്ഞു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്തു. ഇപ്പോൾ പുതിനയിലെ ചട്നി റെഡിയായി.